ഉത്തരവാദിത്വം ശരിയാണ്. എന്താണ്? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അതും ഒരു ചോദ്യമാണല്ലോ. നിങ്ങൾ അജയ് തറയിലിനെ പെടുത്തിക്കൊണ്ട് UDF-ലേക്ക് ഈ അന്വേഷണത്തിന്റെ കുന്തമുന നീട്ടുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വെളിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നിലയ്ക്കാണോ പോകുന്നതെന്ന് അറിയില്ല. കാരണം ഇതിലൊരു കേസ് വന്നിട്ടില്ല. ഈ പിടിച്ചെടുത്ത വാജി വാഹനം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഈ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇതേ തന്ത്രി തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ വാജി വാഹനം എൻ്റെ വീട്ടിലുണ്ട്, അത് വേണമെങ്കിൽ കൈമാറാമെന്ന്. ഇല്ലേ? അതും ഉണ്ടായതാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി, ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ വാജി വാഹനം ഉപയോഗിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ടി വരുമല്ലോ. മഞ്ജുഷ, ഇതില് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ ചർച്ചയിൽ ഉടനീളം BJP-യുടെയോ സംഘപരിവാറിന്റെയോ മുഖങ്ങളായി നിൽക്കുന്നവർ വളരെ വീറോടുകൂടി വർത്തമാനം പറയുകയും അതിലെ മുഴുവൻ ആളുകൾ പ്രതികളെയും അകത്തിടണം എന്ന് പറയുകയും അതിന് പുതിയ പുതിയ നറേറ്റീവ് ഉണ്ടാക്കുകയും ചെയ്തു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മുതൽ നിശബ്ദത പാലിക്കുകയും പുതിയ ന്യായമുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സംഘപരിവാർ മുഖങ്ങളെയാണ് നാം കാണുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരിണാമം എന്നതാണ് എൻ്റെ ആദ്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഇപ്പൊ അങ്ങ് ചോദിക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യവുമായിട്ടുള്ള അതാണ് വാജി വാഹനം. സ്വാഭാവികമായും അത് സംബന്ധിച്ച് നിലവിലുള്ള ഒരു ശാസ്ത്രീയ നിഗമനം എന്ന് പറയുന്നത് ഇരിഡിയം അടക്കമുള്ള ലോഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള വിദേശ വിപണിയിൽ കോടികൾ വില വരുന്ന അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. ദേവചൈതന്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിഗ്രഹമാണ്. പക്ഷെ അങ്ങനെ SIT-യുടെ കണ്ടെത്തൽ വന്നിട്ടില്ല കേട്ടോ. SIT കണ്ടെത്തൽ വന്നിട്ടില്ല. അല്ല, അതിലേക്കൊന്നും വന്നിട്ടില്ല. ഇത് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. ഇത് 2012-ൽ ശ്രീ രാജഗോപാൽ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ഉത്തരവ് നിൽക്കുന്നുണ്ട്. ഈ കൊടിമരത്തിലേതായിട്ടുള്ള മുഴുവൻ വസ്തുവകകളും ശബരിമല ദേവസ്വത്തിന്റെ സ്വത്താണെന്നും അതിനാൽ ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെന്നും ഒരു ഉത്തരവ് നിലവിലുണ്ട്. ആ ഉത്തരവ് നിലവിൽ നിൽക്കെ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ശ്രീ അജയ് തറയിലും ശ്രീ രാഘവനും അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇത് തന്ത്രിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്ന ന്യായം. ഈ വാജി വാഹനം എന്ന് പറയുന്നത് സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ളതും സ്വർണത്താൽ പഞ്ചലോഹ നിർമ്മിതവുമായിട്ടാണെന്നാണ് ഇപ്പൊ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ അമൂല്യതയെ സംബന്ധിച്ച് യാതൊരു തർക്കവും കോൺഗ്രസോ സംഘപരിവാറോ അല്ലെങ്കിൽ മറ്റാരും ഉന്നയിക്കാനിടയില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം, ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം വേർതിരിച്ചെടുത്ത് ആരെങ്കിലും ലാഭം കൊയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ഇതുവരെ ചർച്ചയിൽ മുഴുവൻ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാദമുഖമാണ് ഇപ്പോ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. കാരണം യാതൊരു വിധമായ സാമ്പത്തിക നേട്ടവും ശ്രീ അജയ് തറയിലിനും അതുപോലെ തന്നെ രാഘവനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരിയായിരിക്കാം, അവർക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ഇതുവഴി ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ കരുതുന്ന ഒരാളുമാണെങ്കിൽ, പക്ഷേ ഇതേ സാമ്പത്തിക ലാഭം പോലും ലഭിക്കാതിരുന്ന മറ്റു ചിലർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടുള്ള എന്റെ നിലപാട് വെച്ചിട്ട് പറയുകയാണ്. അല്ലല്ല, അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവിടെ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെമ്പ് പാളികളാണ് എന്ന് രേഖപ്പെടുത്തി, സ്വർണ്ണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടത്തുകയാണ് ചെയ്തത്. വാജി വാഹനം തന്ത്രിക്ക് നേരിട്ട് കൈമാറുകയാണ് ചെയ്തത്. ആ വാജി വാഹനം അതുപോലെയുണ്ട്. അങ്ങനല്ല, ഏറ്റവും അമൂല്യമായ വാജി വാഹനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ മറികടന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കൊടുത്തുവിടാം. എന്നാൽ ദ്വാരപാലക ശില്പങ്ങളോ കട്ടളയോ അത് പണിയുന്നതിനു വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം മാനുവലിന് വിരുദ്ധമായി കൊണ്ടുപോയത് പിശകാണ്, അതിൽ നിന്ന് സാമ്പത്തിക ലാഭം മറ്റുള്ളവർ ഉണ്ടാക്കി എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ കൗശലമാണ്. ശരി, അത് പോയിന്റാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ദേവസ്വം മാനുവൽ അനുസരിച്ച് തന്നെ ചെയ്യണം. അത് ശബരിമല സന്നിധാനത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും മറ്റു സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും സംഭവിച്ചു. ഇവിടെയും 2012-ലെ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തന്ത്രിക്ക് ആചാരവിധി പ്രകാരം വസ്തുക്കൾ കൈമാറുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ നേരത്തെ വായിച്ച ആ പാരഗ്രാഫ് ഉള്ളത്. അപ്പോൾ ശ്രീ അനിൽ പിള്ളയിൽ സമാനമായ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കേസെടുക്കേണ്ടതാണ്, അറസ്റ്റിലേക്ക് പോകേണ്ടതാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനവും ഒരു കാലത്തും തന്ത്രിയെ ന്യായീകരിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് വളരെ കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ ആയ കാര്യമാണ്. ആരെങ്കിലും ശബരിമല ധർമ്മശാസ്താവിന്റേതോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയോ 1 രൂപയെങ്കിലും നഷ്ടം വരുത്തി മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ തന്നെ ആ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കൂടി കടന്നു പോയിട്ട് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. പക്ഷെ താങ്കൾ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ താങ്കൾ അല്ലല്ല അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ലെന്നേ. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് തെറ്റായി പോയി. അത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ രീതിയിലുള്ള ഇടപാടുമായി തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും എന്ന് താങ്കൾ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇതിനകത്ത് ഞാൻ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 2012 ദേവസ്വം ബോർഡിന്റെ ഈ വാസു എന്ന് പറയുന്ന വ്യക്തി കമ്മീഷണർ ആയപ്പോൾ ഇറക്കിയ ഒരു ഉത്തരവിനെ മറികടക്കാൻ പല പ്രസിഡന്റുകൾക്കും സാധിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, ഈ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കുകയാണ്, ഇനി ക്ഷേത്രത്തിലെ ശാന്തിക്കാരും മേൽശാന്തിമാരും ഒന്നും ഈ പൊതുപ്രവർത്തക അഴിമതി നിരോധന വകുപ്പിൽ വരും, അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി ദക്ഷിണ മേടിക്കേണ്ട എന്നൊരു ഉത്തരവ് ഇറക്കിയാൽ അത് നിലനിൽക്കുമോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വാജിവാഹനം എന്റെ കയ്യിലുണ്ട്, എനിക്ക് തന്നതാണ്, ഞാനത് തിരിച്ചു തരാം. ദേവസ്വം ബോർഡിന് യാതൊരു വിധമായി 1 രൂപയുടെ പോലും നഷ്ടം ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ്. നാളിതുവരെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണല്ലോ. ഇടതുമുന്നണി യാതൊരു വിധമായ പരാതിയും നാളിതുവരെ കൊടുത്തിട്ടില്ല വാജിവാഹനം പോയതിന്. ശ്രീ ഹസ്കർ സൂചിപ്പിച്ച എന്താണ്, ഒരു നഷ്ടമോ ലാഭമോ ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാകണം, തന്ത്രിക്ക് ലാഭമുണ്ടാകണം, എന്നാൽ മാത്രമാണ് ഒരു ഒഫൻസ് നിൽക്കുന്നത്. അതും ഈ കട്ടളപ്പാളിയുടെ വിഷയമായിട്ട് നോക്ക്. കട്ടളപ്പാളി ഇളക്കിക്കൊണ്ടുപോയപ്പോഴുള്ള തൂക്കമാണോ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ മറുപടി അവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ കണ്ടെത്തിയത്. പിന്നെ അല്ല, അന്യായമായ ലാഭം പ്രതികൾക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതായിരുന്നല്ലോ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ. ഇവിടെ ഇവിടെ കേസെടുത്ത് അന്വേഷിച്ചാലേ അതിലേക്ക് പോകാൻ കഴിയുള്ളൂ. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ കരുതുവാൻ എന്തുണ്ട് ഹസ്കർ വാജിവാഹനത്തിന്റെ കാര്യത്തിൽ? 2 പ്രശ്നങ്ങൾ ഉദിക്കുന്നു. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങൾക്കും അതീതമാണ് എന്നുള്ളതല്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് അത് അവസാന വാക്കാണ്. ഈ ഉത്തരവുകളായിരുന്നല്ലോ അത് ഈ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ കട്ടളപ്പാളിയും സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നൽകുന്നതിന് ഒരു ഉത്തരവ് തന്നെയാണ്. അതുപോലൊരു ഉത്തരവ് കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ഉണ്ട്. ആ ഉത്തരവുകളൊന്നും ഉത്തരവുകളല്ല, അത് കസ്റ്റമിനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ മലയരയന്മാർക്ക് ശബരിമലയിൽ തേനഭിഷേകത്തിന് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ അങ്ങനെ നിരവധി, അതുപോലെ 18ാം പടിയിൽ പൂജ ചെയ്യുന്നതിന് മലയരയന്മാർക്ക് അവകാശം ഉണ്ടായിരുന്നല്ലോ, നിലവിൽ അതില്ലല്ലോ. അപ്പോ അങ്ങനെ നിലവിൽ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്ത്രിക്ക് സ്വകാര്യ സ്വത്തായി കൊണ്ടുപോകാവുന്ന ഒന്നല്ല വ്യാജീവാഹനം. അത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് തന്ത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയാനും നിയമപരമായി നേരിടാനുള്ള ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. ഹസ്കർ, അങ്ങനെയാണെങ്കിൽ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ അറസ്റ്റിലാകേണ്ടി വരുമോ? അല്ലല്ല, അവർ കുറ്റവാളികളായി മാറുമോ ഇല്ലയോ ഹസ്കർ? അല്ല, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ന്യായമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവരെല്ലാരും കൂടെ എടുത്ത് ഈ സാധനം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ കൊടുത്തതല്ലയോ? അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൈകൊണ്ട് വാങ്ങി കൊണ്ടുപോയതാണല്ലോ. ഇതിൽ ഈ വ്യാജീവാഹനം ഇത് ഒറിജിനൽ ആണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.